ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? 3 കരിമീൻ കിട്ടിയിട്ടുണ്ട്. വലുതൊന്നും അല്ല കേട്ടോ, ഇടത്തരമാണ്. അപ്പൊ അത് വെച്ചിട്ട് നാടൻ കറി വെക്കാം. പച്ച കുരുമുളകും കാന്താരിയും പുളിയിലയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പുളിയില തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു കറിയെ നല്ല ടേസ്റ്റാ. അപ്പത്തിന്റെ കൂടെ പുട്ടിന്റെ കൂടെ ഏറ്റവും നല്ലത്. നൂൽപുട്ട് പുട്ടൊക്കെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇപ്പൊ കരിമീൻ കിട്ടിയില്ല എങ്കിൽ ഫിലോപ്പി ഒക്കെ ഇല്ലേ, അത് വെച്ചിട്ടും ഉണ്ടാക്കാം. ബാക്കിയുള്ള മീനെക്കാട്ടിലൊക്കെ നല്ലത് ഇതൊക്കെ വെച്ചിട്ടാ. കരിമീനും ഫിലോപ്പിയും ഒക്കെയാണ് നല്ലത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വായോ. അതിനാവശ്യമുള്ള സാധനങ്ങള് 100 ഗ്രാം ചെറിയുള്ളി ഉണ്ട്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കുറച്ച് മതി. കുറച്ച് കുരുമുളക്, പച്ച കുരുമുളകാണ്. പുളിയില കണ്ടോ, ഒരു ചെറിയ പിടുത്തം പുളിയില എടുത്തു വെച്ചിട്ടുണ്ട്. കാന്താരി എരിവിനനുസരിച്ച്, പിന്നെ ചെറുനാരങ്ങ നീര്, 5 മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ 1-ാം പാല് 2-ാം പാല് തേങ്ങയുടെ, പിന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെ തന്നെയാ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. മീനൊക്കെ ഞാൻ നോക്കിയേ കഴുകി വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. അപ്പൊ അതാ ഇതിന്റെയൊക്കെ ഈ പുളിയിലയുടെ ഒക്കെ ഇല്ലേ, തണ്ടേന്ന് ഇലയൊന്ന് അടത്തിയെടുക്കണം. പുളിയില തളിരില വേണം കേട്ടോ. ആ തളിരിലയിൽ നമുക്ക് ഇങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ എത്രയുണ്ടോ അതിനനുസരിച്ച് പുളിയിലയും കാന്താരിയും പച്ചക്കുരുമുളകും ഒക്കെ എടുക്കണം കേട്ടോ. ഇപ്പൊ എനിക്ക് ആകെ 3 മീനല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. പക്ഷെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പുളിയില ഇട്ട് കൊടുക്കാവേ ഒരു ബ്ലെൻഡറിലേക്ക്. ഇതാ കുരുമുളക്, കാന്താരി എരിവിന് പാകത്തിന് കേട്ടോ. ഞാൻ ദാ ഇപ്പൊ കുറച്ചേ ഇടുന്നുള്ളൂ, അത്രയുള്ള മീനല്ലേ ഉള്ളൂ. ഇട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഉണ്ടോ, ഒരു നാരങ്ങയുടെ നീരാണ്, അത് ഒഴിച്ചു കൊടുത്തു. പിഞ്ച് മഞ്ഞപ്പൊടി, ഒത്തിരി മഞ്ഞപ്പൊടി ചേർത്തിട്ട് കളർ ഇതാക്കരുത്. നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് കുറച്ചെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണേ. മീനേല് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ചെറിയിലൊക്കെ ഒന്ന് വഴറ്റണ്ടേ. മീൻ അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ച് ചട്ടി ചൂടായപ്പോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇതാ എണ്ണ ചൂടായിട്ടുണ്ടേ, നമുക്കപ്പോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മുടെ മീനൊക്കെ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം കേട്ടോ. ഒത്തിരി മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് വെന്താ മതിയേ. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. ഈ കറിയെ ഞാൻ സവോള ചേർത്തിട്ട് നമ്മുടെ ഷെഫ് ലതാമാമില്ല, ലതാമാം കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ഒന്നും കൂടെ നല്ലത് ചെറിയുള്ളി കൊണ്ടാണ്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടാണ് ഇങ്ങനെ കറി വെക്കുന്നത്. അതിന്റെ വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റാ സവോളയെക്കാട്ടി. ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പൊ നിങ്ങൾക്ക് പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സവോള എടുത്തോ കേട്ടോ. നമുക്ക് ഇനിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഉള്ള ചതച്ചതാണ്. നമ്മുടെ മീൻ ഒന്ന് തിരിച്ചിടാം. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒന്ന് വെന്താ മതിയേ. ഷാലോ ഫ്രൈ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാ കേട്ടോ. ഉണ്ടാക്കണേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇപ്പൊ ഇങ്ങനെ കരിമീനൊക്കെ നമ്മൾ പൊള്ളിക്കുന്നു, മപ്പാസ് ഉണ്ടാക്കുന്നു, ഫിഷ് മോളി, നിർവാണ, ഇതൊക്കെയല്ലേ കരിമീൻ വെച്ച് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ, സൂപ്പർ ടേസ്റ്റാ. ഇനി നമ്മൾ എല്ലാവരും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാക്കി മസാല ഉണ്ടല്ലോ, നമ്മൾ അരച്ചതിന്റെ ബാക്കി, അത് ഞാൻ ആ ജാറും കൂടെ ഒന്ന് കഴുകി എടുത്തായിരുന്നു, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇതിനകത്ത് മസാല എന്ന് പറയുന്നത് ഒന്നുമില്ല, പച്ചക്കാന്താരിയും കുരുമുളകും പച്ചക്കുരുമുളകും പുളിയിലേക്കേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആ ഒരു നാടൻ രീതിയിലുള്ള ഒരു കറി, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറിക്ക് അപാര ടേസ്റ്റ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളും പറയണം, ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെ. മസാലയുടെയും പച്ചച്ചൊവയൊന്നും മാറണേ. നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് 2-ാം പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണേ. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് കുറച്ച് 2-ാം പാല്. ഇനി ഇത് സവാള ഒന്ന് ഇതുമായിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ. സവാളയല്ല, നമ്മുടെ ചെറിയ ഉള്ളി. കുറച്ച് മീനേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത് കേട്ടോ. മീൻ കുറച്ചല്ലേ ഉള്ളൂ. ഇനി 1-ാം പാൽ ഇനി ഒഴിക്കാനും ഉണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ. മീനും ഇപ്പൊ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഷാലോ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. കണ്ടോ? നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തേക്കാവേ. നമ്മുടെ മസാല നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്നാന്നറിയോ? ഉപ്പൊക്കെ ഒന്ന് നോക്കുക. കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പൊന്ന് നോക്കുക. മീൻ ഉപ്പുണ്ടാവും. നല്ല ഗ്രേവി തന്നെ നല്ല രസമുണ്ട്. ആ നാരങ്ങയുടെ പുളിയും വേറെ പുളിയൊന്നും വേണ്ട, പുളിയിലയുടെ ഒരു പുളിയും എല്ലാം കൂടെ. ഇനി പതിയെ നമ്മുടെ മീൻ അങ്ങോട്ട് അതിലോട്ട് പെറുക്കി വെച്ചേക്കാവേ. നമുക്ക് ഒന്ന് മൂടി വെക്കാവേ. ഇനിയില്ലേ, നമ്മുടെ മീനൊക്കെ ആ മസാലക്കകത്ത് കിടന്ന് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സ്റ്റൗ ഒക്കെ കുറച്ച് വെച്ചിട്ട്, തീ കുറച്ച് വെച്ചിട്ട് വേണേ. നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഒന്നാം പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറിയേ ഉള്ളതുകൊണ്ടാണ് ഞാൻ അരമുറി തേങ്ങ, വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളായിരുന്നു. പക്ഷെ എനിക്ക് കറി ഇത്രയും മതി കേട്ടോ. ചെറിയ ഇതല്ലേ ഉള്ളൂ, തിളയ്ക്കാൻ പാടില്ല. ഷോയ്ക്ക് ഒരു കറിവേപ്പിലയുടെ തണ്ടൊക്കെ അങ്ങ് വെച്ചേക്കാം. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കണ്ട. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതാ ഒന്ന് പതിയെ ഒന്ന് മൂടി വെച്ചു. ഇനി ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ ഒരു അടിപൊളി ഒരു നാടൻ കരിമീൻ കറി. നോക്കിയേ, പച്ചക്കുരുമുളകും കാന്താരി പുളിയിലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ ഉപ്പൊന്നും കൂടെ നോക്കണ്ടേ? ഉപ്പും ടേസ്റ്റും ആ കറിയുടെ ആ കൺസിസ്റ്റൻസി കണ്ടോ? എല്ലാം ഉണ്ട് കേട്ടോ. പുട്ടിന്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അല്ലെങ്കിൽ പത്തിരി പറ്റും, പിന്നെ നൂൽപുട്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും നല്ലത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.